അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് IT പരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കീബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കീബോർഡിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് ഇൻപുട്ട് ഉപകരണം ഏതാണ്? കീബോർഡാണ്. കീബോർഡാണ് ടെക്സ്റ്റ് ഇൻപുട്ട് ഉപകരണം. ആൻസർ കീബോർഡ്. അതുപോലെ തന്നെ ഒരു കീബോർഡിലെ കീസിൻ്റെ എണ്ണം, കീകളുടെ എണ്ണം എത്ര? ഒരു കീബോർഡിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീബോർഡിൽ 104 കീസാണ് ഉള്ളത് കേട്ടോ. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ 104 കീസ്. അപ്പം എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് അറിയാമോ? കമ്പ്യൂട്ടറിൽ എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ഫങ്ഷണൽ കീസ്. അതുപോലെ തന്നെ എത്ര മോഡിഫയർ കീസ് ഉണ്ടെന്ന് അറിയാമോ? പ്രധാനമായിട്ടും 3 മോഡിഫയർ കീസ്. സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ 3 മോഡിഫയർ കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷിഫ്റ്റ്, ഓൾട്ട്, കൺട്രോൾ. ഇതെന്താണ്? ആ കീബോർഡിലുള്ള മോഡിഫയർ കീസാണ്. ടോഗിൾ കീസ്, സാധാരണ കീബോർഡിലുള്ള ടോഗിൾ കീസാണ്. ഏതൊക്കെ? ക്യാപ്സ് ലോക്ക്, നംസ് ലോക്ക് ഒക്കെ എന്തൊരു ഉദാഹരണമാണ്? ടോഗിൾ കീസിന് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? ക്യാപ്സ് ലോക്ക്, നംസ് ലോക്ക്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നാവിഗേഷൻ കീസ് ഏതൊക്കെയാണ്? നാവിഗേഷൻ കീസാണ് ഹോം, എൻഡ്, പേജ് അപ്പ്, പേജ് ഡൗൺ തുടങ്ങിയ എന്താണ്? നാവിഗേഷൻ കീസാണ്. അതുപോലെ തന്നെ മൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ പോയിന്റിംഗ് ഉപകരണമാണ്. മൗസ് എന്താണ്? മൗസ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതുപോലെ മൗസ് ആദ്യമായിട്ട് മാർക്കറ്റിംഗ് നടത്തിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൗസ് ആദ്യമായിട്ട് മാർക്കറ്റിംഗ് നടത്തിയ കമ്പനി ഏതാണ്? ആപ്പിളാണ്. അതുപോലെ ലാപ്ടോപ്പിലുള്ള പോയിന്റിംഗ് ഡിവൈസ് ആണിത്. ടച്ച് പാഡ്. ഏതാണ്? ടച്ച് പാഡ്. അതുപോലെ സ്കാനർ എന്താണ്? സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. തെറ്റിപ്പോകരുത്. സ്കാനർ എന്തല്ല, ഒരു ഔട്ട്പുട്ട് ഉപകരണമല്ല. സ്കാനർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. അതുപോലെ ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണെന്ത്? സ്കാനർ. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. ഞാൻ ഒരു വ്യക്തിയെയും വീഡിയോ കാണണമെന്ന് നിർബന്ധിക്കുകയൊന്നുമില്ല. വീഡിയോ കാണുന്നവരെന്തോ വീഡിയോ കാണുക കേട്ടോ. ഇത് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? എവർക്കും ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല, യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ.